രാജ്യത്തെ വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ഇന്ന് പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു. 1954 രാജ്യത്ത് ആദ്യമായിട്ട് വഖഫ് നിയമം വരുന്നത്. 1995 അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. വഖഫ് ചെയ്യപ്പെടുന്ന സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വം ആ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് രാജ്യത്ത് ആ നിയമം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് ആ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അയാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി തൻ്റെ സ്വത്തുക്കൾ ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് വഖഫ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വഖഫ് ചെയ്തു കൊടുക്കുന്ന സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വം ആ മതത്തിന് ഉള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ മതത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമായി നൽകാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഈ നിയമ ഭേദഗതിയിലൂടെ, ഈ നിയമമാറ്റത്തിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ആ സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വം ആ മതത്തിനുള്ളിൽ മാത്രമായി അല്ലെങ്കിൽ ആ മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമമാറ്റത്തിലൂടെ ചെയ്യുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഏത് വിധത്തിലാണോ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഒരു രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റിയത്, അതിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് ഈ വഖഫ് നിയമ ഭേദഗതിയെ കാണേണ്ടി വരും. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് PK ജലീലാണ്. അദ്ദേഹം കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ മുൻ ഡിവിഷണൽ ഓഫീസറാണ്. വഖഫ് കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്, അതിൻ്റെ രീതി എങ്ങനെയൊക്കെയായിരുന്നു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആളാണ്. ഈ മാറ്റം ഏതു വിധത്തിലാണ് വഖഫ് എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയെ, അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ ഇല്ലാതാക്കുക എന്നുകൂടി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. സ്വാഗതം. നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ പുതിയ നിയമത്തിലെ നിർദ്ദേശങ്ങൾ അത് ഏത് വിധത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു വഖഫ് സങ്കല്പത്തെ ഇല്ലാതാക്കുന്നത്? വഖഫ് എന്ന ആ സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ. ഒന്ന്, വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇസ്ലാമിക് ലോ, മുസ്ലിം നിയമം അനുവദിക്കുന്ന മാർഗത്തിൽ ധർമ്മ പ്രവർത്തനത്തിനും മതപരമായ പ്രവർത്തനത്തിനും വേണ്ടി തൻ്റെ സമ്പാദ്യം, സ്വത്ത് ഒരാൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതാണ് വഖഫ്. വഖഫിൻ്റെ പ്രത്യേകത, ഒരാളത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സമ്പത്തിൽ, സ്വത്തിൽ അയാൾക്ക് യാതൊരു അധികാരവുമില്ല. അത് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നതാണ്. അതിൻ്റെ മാനേജർമാരാണ് പിന്നീട് നിശ്ചയിക്കപ്പെടുന്നത്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പോലുള്ള ഇടത്തൊക്കെ പള്ളികളും മദ്രസകളും യത്തീംഖാനകളും ഒക്കെ ഉണ്ട്. അതെല്ലാം വഖഫ് ചെയ്ത ഭൂമിയിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഉണ്ടാകുന്ന സംരംഭങ്ങളാണ്. അവിടെയെല്ലാം അത് നടത്തിക്കൊണ്ട് പോകുന്നത് അവിടുത്തെ പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളോ മറ്റ് സംവിധാനങ്ങളോ ആണ്. വഖഫ് ബോർഡിന് അവിടെയുള്ള റോള് സാധാരണ നിയമം അനുശാസിക്കുന്ന നിലയിൽ ഇതിൻ്റെ മുകളിലുള്ള ഒരു നിയന്ത്രണം, ഇതേ താല്പര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് വഖഫ് ചെയ്ത ആളുടെ മോട്ടീവ്. അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അതിന് വിരുദ്ധമായി ഈ വഖഫ് സ്വത്ത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ബോർഡിൻ്റെ പ്രാഥമികമായ ചുമതല. അതോടൊപ്പം തന്നെ വഖഫ് സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ആ തരത്തിൽ അത് ഏൽപ്പിക്കപ്പെടേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരുടെ കൈകളാണ് എന്നതാണ്. നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ്, എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്നവർ ജീവിക്കുന്നവർ. കേരളത്തിൽ പ്രധാനമായും എടുത്താൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ഉള്ളത്. അതിൽ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇത്തരമൊരു സർക്കാർ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഹിന്ദു സ്ഥാപനങ്ങളും മുസ്ലിം സ്ഥാപനങ്ങളുമാണ് ദേവസ്വം ബോർഡും അതുപോലെ വഖഫ് ബോർഡ് വഴി നിയന്ത്രിക്കപ്പെടുന്നത്. അതിൽ ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി ഹിന്ദു സമൂഹത്തിൽപ്പെടുന്നവർ, അവരെയാണ്, വിശ്വാസികളായ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്നവരെയാണ് ആ ബോർഡിൻ്റെ കൈകാര്യകർത്താക്കളായി നിയോഗിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ നിലവിലുണ്ടായിരുന്ന നിയമം ഇപ്പോൾ ഈ ഭേദഗതിക്ക് മുമ്പ് വരെ മുസ്ലിങ്ങളാണ്, ആ മതത്തിൽപ്പെട്ടവരാണ് ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ദേവസ്വം ബോർഡ് സംബന്ധിച്ചൊരു വിവാദം തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
നിയമസഭയിൽ നിന്നും MLA-മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വിശ്വാസികൾ കൂടി ആയിരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കേണ്ടത്. അയാൾ മതപ്പെട്ടവരായാൽ പോരാ, വിശ്വാസികൾ കൂടിയായിരിക്കണം എന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുത്താലേ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുള്ളൂ. കാരണം അത് നല്ലതാണ്. കാരണം വിശ്വാസികളാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു നിയമനിർമ്മാണം അത് സ്വാഗതം ചെയ്യപ്പെടണം. ഇവിടെ പക്ഷേ അത്തരത്തിലുണ്ടാകുന്ന ഒരു അവകാശം എടുത്തു കളയണം. പുതിയ നിയമപ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. ഇത് നിയമനത്തെക്കുറിച്ച് നിലവിലുണ്ടായിരുന്ന നിയമം പറയുന്നത്, ആക്ട് പറയുന്നത്, പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുള്ളത്, ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ, മുസ്ലിം ഉദ്യോഗസ്ഥനെ സർക്കാരിന് ഡെപ്യൂട്ടേഷൻ നിയമിക്കാവുന്നതാണ്. ഇപ്പോൾ അതിൽ ആ മുസ്ലിം എടുത്തു കളഞ്ഞു, ഡെപ്യൂട്ടേഷൻ എടുത്തു കളഞ്ഞു. ആ റാങ്കിൽ ആണ് നിയമനം. പക്ഷേ ഇഷ്ടമുള്ള ഒരാളെ, മുസ്ലിം ആവണമെന്നില്ല, സർക്കാരിന് നിയമിക്കാം എന്നാക്കി മാറ്റി. ഇത് നിയന്ത്രിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ബോർഡിൻ്റെ സംവിധാനത്തെക്കുറിച്ചും അത് വളരെ ജനാധിപത്യപരമായാണ്. കുറേ പേരെ സ്കോളേഴ്സിനെയും അവരവരൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും MLA-മാർക്കിടയിൽ നിന്നും 2 പേര്, MP-മാർക്കിടയിൽ നിന്നും ഒരാൾ, ഇത് അങ്ങനെ മുത്തവല്ലി ഇത് കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർക്കിടയിൽ നിന്നും 2 പേര് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇവരൊക്കെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിൽ MLA-മാരെ തിരഞ്ഞെടുക്കുന്നത് മുസ്ലിം MLA-മാർ 2 മുസ്ലിം MLA-മാരെ തിരഞ്ഞെടുക്കണം. ഒരു മുസ്ലിം MP-യും മുസ്ലിം MP-മാർ തിരഞ്ഞെടുക്കണം. രാജ്യസഭയിലെയും ലോക്സഭയിലും MP-മാർ അങ്ങനെയാണ്. മുസ്ലിം MP-മാർ തിരഞ്ഞെടുക്കണം. അവർക്ക് മാത്രം വോട്ട് അവകാശം. അത് ദേവസ്വം ബോർഡിൻ്റെ അത് ഇത് തന്നെ. പക്ഷേ അതിൽ മുസ്ലിം എടുത്തു കളഞ്ഞു, ജനാധിപത്യം എടുത്തു കളഞ്ഞു. തിരഞ്ഞെടുപ്പില്ല, സർക്കാരിന് MLA-യെ MP-യെ നോമിനേറ്റ് ചെയ്യാം. അത് ഏത് മതം എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാക്കും. വഖഫ് എന്നതുകൊണ്ട് സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ലാൻഡ് ലോഡ് റെയിൽവേയും പ്രതിരോധവും കഴിഞ്ഞാൽ 3ാമത് വഖഫാണ്. ഇത് കാരണം ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് വടക്കുതിരിഞ്ഞിട്ട് പോയപ്പോൾ അവിടുത്തെ ഒട്ടേറെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളില്ലാതെ അന്യാധീനപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അതിന് മുമ്പ് മുതലന്മാർ വെച്ചപ്പോൾ ഉണ്ടായിരുന്നത് അടക്കം ഉള്ള സ്വത്തുക്കൾ. ഇത് ഇന്ത്യയിലെ വലിയൊരു ഭാഗം, കേരളത്തിൽ അത്രയില്ലെങ്കിലും വലിയൊരു ഭാഗം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ ഇടയായി. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി നിയമനിർമ്മാണം നടത്താൻ വേണ്ടി അന്ന് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിൽ പാർലമെൻ്ററി സമിതി ഉണ്ടാക്കി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതിനുശേഷമാണ് 2013 ഭേദഗതി, സമഗ്രമായ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. അതുവരെ നമ്മുടെ നിയമപ്രകാരം വഖഫ് സ്വത്ത് ഒരാൾ കൊടുത്ത വഖഫ്, അതിൻ്റെ അടിസ്ഥാനം തന്നെ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. ഒരിക്കൽ വഖഫ് ചെയ്താൽ അനന്തമായി വഖഫായി തന്നെ നിലനിൽക്കും, ആർക്കും അത് മറികടക്കാൻ കഴിയില്ല. അതാണ്. എന്നിരുന്നാലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ അത്തരമൊരു ഇപ്പോൾ അല്പം സ്ഥലം വിൽക്കണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ അനുമതിയോട് വിൽക്കാൻ കഴിയുമായിരുന്നു. അത് ഈ 2013 പുതിയ ഭേദഗതിയിലൂടെ റഹ്മാൻ ഖാൻ്റെ നിർദ്ദേശപ്രകാരമുള്ള, ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഭേദഗതിയിലൂടെ അതുകൂടി എടുത്തു കളഞ്ഞു. അങ്ങനെ പോലും കൈമാറ്റം ചെയ്യാൻ പാടില്ല. സർക്കാരിന് എന്തെങ്കിലും അത്യാവശ്യം ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി അക്വയർ ചെയ്യാമെന്നതല്ലാതെ 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്നവർക്കോ അധികാരമില്ല എന്ന നിയമമാണ് നിലവിലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സ്വത്ത് സംരക്ഷിക്കപ്പെടണം എന്നതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ അമെൻമെൻറ്റിൽ ഈ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, വഖഫ് ആണ് ഒരു സ്വത്ത്, ഇത് വഖഫാണ് എന്ന് തീരുമാനിക്കപ്പെടാൻ നിലവിൽ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. അതുപ്രകാരം ഇത് തീരുമാനം എടുക്കേണ്ട ബോഡി വഖഫ് ബോർഡാണ്. അത് വെറുതെ ഒരു വഖഫ് ബോർഡ് ഒരു സ്ഥലം വഖഫാണെന്ന് ആരെങ്കിലും എഴുതുന്നതുകൊണ്ടോ ഒരു ആധാരം കിട്ടിയതുകൊണ്ടോ ചെയ്യുന്നതല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ 1 വർഷത്തിനകം ആരെങ്കിലും പരാതി തന്നാൽ അയാളെ കേൾക്കണം. എന്നിട്ട് തീരുമാനമെടുത്തതിന് ശേഷമേ അത് വഖഫാകൂ. അങ്ങനെ വ്യക്തമായ നിയമമുള്ളത് എടുത്തു കളയുന്നു. ഇവിടെ അതിൻ്റെ അധികാരം സർക്കാരിലേക്ക് മാറുന്നു, ജില്ലാ കളക്ടർമാരിലേക്ക്, സർക്കാരിലേക്ക്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അത് അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇപ്പം നിലവിൽ ഈ അടുത്ത കാലം വരെ അനുഭവിച്ചിരുന്നെന്ന് ആരാധനാലയങ്ങൾക്ക് സ്ഥാപിക്കാൻ ഗവൺമെൻറ് കളക്ടർ അനുമതി വേണമായിരുന്നു. അതിനൊരു അപേക്ഷ കൊടുത്താൽ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയുമെന്ന് വെച്ചാൽ ആർക്കും കിട്ടിയിട്ടില്ല അനുമതി. എളുപ്പമല്ല ആരെങ്കിലും പരാതിക്കാൻ, അത് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നില്ല, അതിന് അനുമതി കിട്ടില്ല. അതുപോലെ ഒരു വഖഫാറിന് സ്ഥാപിച്ചെടുക്കാൻ കഴിയാതെ പോവുക എന്നതാണ് ഇതിൻ്റെ സ്ഥിതി. ഇത് തീരുമാനിക്കാൻ ഈ ബോർഡ് തീരുമാനിച്ചാൽ അതിന് മുകളിൽ വഖഫ് ട്രൈബ്യൂണലുണ്ട്.
അതിന്റെ തീരുമാനം അന്തിമമാണ്. ആ അന്തിമമാണ് തീരുമാനം എന്നതെല്ലാം എടുത്തു കളഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 40 അതേപടി എടുത്തു കളഞ്ഞു. ഈ വഖഫ് ബോർഡിന് അല്ല ഇത് വഖഫാണോ എന്ന് തീരുമാനിക്കുന്ന അതോറിറ്റി എന്ന രൂപയ്ക്ക് എത്തി. അത് തീർച്ചയായും വഖഫിന്റെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ വെച്ചാൽ 12,000 വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് എന്ന് കരുതുന്നത് കേരളത്തിലാണ്. ഇവിടെ പോലും ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തുള്ള 6,000-ഓളം ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഇതിനേക്കാൾ മോശമായിരിക്കും. ഈ ഗസറ്റ് നോട്ടിഫൈ ചെയ്തത് സർക്കാരിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പാരിയോസ്റ്റാവും എന്നാലാണിത് വഖഫായി മാറുക. ഇത് പകുതി പേരും ചെയ്തിട്ടില്ല, ഇനി അത് ചെയ്ത് ഇതെല്ലാം ഡിസ്പ്യൂട്ടിലേക്ക് പോവുക എന്നല്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോകും എന്നാണ് പ്രശ്നം. അതായത് ചുരുക്കത്തിൽ ഇപ്പോൾ എന്താ പറയുക, നേരത്തെ മുതൽ തന്നെ വഖഫായിരുന്ന അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പോലും ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ തർക്കങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതെ, അതിൽ അന്യാധീനപ്പെടാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ നിലവിലുള്ള നിയമത്തിൽ ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാം, മതജാതി വ്യത്യാസമില്ല. പക്ഷെ ഇപ്പോൾ പുതിയ നിയമത്തിൽ 5 കൊല്ലത്തെ പ്രാക്ടീസിങ് മുസ്ലിം അവർക്ക് മാത്രമേ മതം അനുഷ്ഠിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ പറ്റൂ. അതിപ്പോൾ ഉള്ള പ്രശ്നം ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായില്ലെങ്കിലും പഴയ കാലത്തൊക്കെ എടുത്ത് നോക്കിയാൽ മിക്കവാറും പ്രത്യേകിച്ച് തെക്കൻ കേരളങ്ങളിലൊക്കെ ഈ ഭൂമി ഏതെങ്കിലും നാടുവാഴികളോ പ്രമാണിമാരോ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരോ ഇവരൊക്കെ കൊടുത്ത ഭൂമിയിലാണ് ഈ നാട്ടിലെ എല്ലാ പള്ളികളും മിക്കവാറും സ്ഥാപനങ്ങളും ഉള്ളത്. അതെല്ലാം ബൈ യൂസർ ഇത് പള്ളിയായി ഉപയോഗിക്കുന്നു, കൃത്യമായ ആധാരം പോലും ഇല്ലാത്ത സ്ഥിതിയിൽ. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളല്ലാത്തവർ ചെയ്തത് വഖഫ് ആവില്ല എന്നൊരു നിയമം വന്നാൽ വീണ്ടും ഈ ബാബരി മസ്ജിദിന് ശേഷം 91 പുതിയ നിയമം ആക്ട് പ്രകാരം 947 ഏത് സ്ഥിതിയാണ് തുടരണം എന്നൊരു നിയമം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ആർക്കിയോളജിക്കൽ വകുപ്പ് സർവേ നടത്തിക്കൊണ്ട് വീണ്ടും വിവാദങ്ങളിലേക്ക് നമുക്ക് പോകുന്നത്. പല പള്ളികളുടെ മേലെ അവകാശം ഉന്നയിക്കുന്നത് അത് ഈ നിയമം വരുന്നതിന് മുമ്പുള്ള അവകാശവാദമാണെന്ന് പറഞ്ഞിട്ട് കോടതി തീരുമാനമെടുക്കുന്നത് കാലമാണ്. അങ്ങനെ ഉള്ളിടത്താണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവർ വഖഫ് ചെയ്താൽ വഖഫ് ആവില്ല എന്ന് പറഞ്ഞാൽ പഴയത് ചെയ്താൽ എവിടെ എത്തുന്നത്? അപ്പൊ ഈ നിയമത്തിന് അങ്ങനെ വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയുണ്ട്. അല്ല, അവിടെ ഞാനൊരു ക്ലാരിറ്റി വെച്ചോട്ടെ. ഇതിപ്പോ ഈ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഉപയോഗം കൊണ്ട് വഖഫായി മാറുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇപ്പൊ തെക്കൻ കേരളത്തിൽ പറഞ്ഞതുപോലെ ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇതേപോലെ പണ്ട് നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്ത ഭൂമിയിൽ ഒക്കെ പള്ളി പണിതിട്ടുണ്ടാവും. അതൊക്കെ ഉപയോഗം കൊണ്ട് വഖഫായി മാറിയ സംഗതികളുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒക്കെ അടിയാധാരം ചതഞ്ഞു പോവുകയും ഇതൊക്കെ വേണമെങ്കിൽ തർക്ക വിധേയമാക്കി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ. അങ്ങനെ ഒരു അപകടം ഉണ്ട്. അത് 2 കാര്യത്തിലുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മുസ്ലിങ്ങളല്ലാത്തവർ ചെയ്തത്, മറ്റൊന്ന് വഖഫ് ബൈ യൂസർ വഖഫായിട്ടാണ് നിയമപരമായ വഖഫായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മുസ്ലിങ്ങളുടെ നിയമപ്രകാരം അങ്ങനെ ഇല്ല, സാധനമില്ല. എടുത്തു കളയുമ്പോൾ ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ള പള്ളികളിൽ വലിയൊരു ശതമാനം, പണ്ടുള്ള പള്ളികളിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ കൊടുത്തതായാൽ പോലും ഇപ്പോൾ എൻ്റെ കാരണവന്മാർ അവരുടെ സ്വത്ത് വായിക്കുമ്പോൾ മരിക്കാൻ നേരത്ത് കാരണ വായും നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ 50 സെൻറ്റ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിക്കണം, അല്ലെങ്കിൽ പള്ളിക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ വീതിക്കുമ്പോൾ അയാൾ പള്ളിക്ക് ഒഴിച്ചിട്ടിട്ട് ബാക്കി എടുക്കും, അത് പള്ളിയുടെയാണ് കാരണവർ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിന് കൃത്യമായ ഒരു ആധാരമൊന്നും സത്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ബൈ രജിസ്റ്റേർഡ് ആധാരം ഇല്ലാത്ത ഈ സാധനം ബൈ യൂസറാണ്. പള്ളി കൊടുത്ത് അവർ കാലങ്ങളായി വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയാണ്. പക്ഷേ ബൈ യൂസർ അത് പള്ളിയായിട്ട് അംഗീകരിക്കില്ല, വഖഫായിട്ട് അംഗീകരിക്കില്ല എന്ന് നിയമം വന്നാൽ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ അത് പള്ളി എന്ന പേരിൽ ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഇതൊക്കെ വിവാദങ്ങളിലേക്ക് പോകും. അപ്പം മുസ്ലിം കൊടുത്താൽ പോലും ബൈ യൂസർ അനുവദിക്കാത്തടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് ഈ നിയമത്തിൽ വലിയൊരു ഇതാണ്. പിന്നുള്ളത് വഖഫ് അല്ല ഔലാദ് എന്നോ കുടുംബത്തെ അത് സ്വകാര്യ വഖഫിനാണ് വിളിക്കാം. അതിപ്പോൾ ഈ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനും ഒപ്പം കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. എന്നാൽ ഈ ചെയ്യുന്ന ആൾക്ക് പരലോക മുക്തിക്ക് വേണ്ടി ഒരു ധർമ്മ കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ്. അയാളത് വ്യവസ്ഥ കൃത്യമായി പറഞ്ഞിരിക്കും. ഇതിൻ്റെ ഇത്ര ശതമാനം എൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് അതിൻ്റെ ആദായത്തിൻ്റെ ഇത്ര ശതമാനം, ആദായത്തിൻ്റെ ഇത്ര ശതമാനം
അനാഥരായവർക്ക് കൊടുക്കണം. അങ്ങനെ അനാഥരായവർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മതകാര്യത്തിന് എന്ന് പറയുമ്പോൾ അത് വഖഫായി നിയമതാണ്. അങ്ങനെയാണ് അത് വഖഫ് അൽ ഔലാദാകുന്നത്. ഇവിടെ വഖഫ് അൽ ഔലാദിൽ അത്തരം സ്വത്തിൻ്റെ പിന്തുടരാവകാശികളിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ അവകാശം പോകില്ല എന്നാണ് പുതിയ ഭേദഗതി. അത് വഖഫ് അല്ലാതാവും. അവകാശം പോകില്ല എന്നാണോ, അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാമെന്നാണോ? അവകാശം പോകില്ല എന്നാണ്. പോകില്ല എന്നാണ്. പോകില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതാണ് സ്വത്ത്. അത് ഒരിക്കലും ഇയാൾ വഖഫ് അല്ലല്ല എന്ന് പറഞ്ഞ് ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇയാൾ കൊടുത്താലും അവരുടെ അവകാശം നഷ്ടപ്പെടുന്നില്ല. പിന്തുടർച്ച അവകാശം ഒരാൾ ആ ലക്ഷ്യത്തോടുകൂടെ വഖഫ് ചെയ്താലും ഇപ്പുറത്തെ അവകാശം നിലനിൽക്കുന്നതുകൊണ്ട് ആ വഖഫ് ചെയ്ത ആളുടെ അയാൾ എന്തുദ്ദേശത്തിലാണോ അത് വഖഫ് ചെയ്ത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വരും. അത് പിന്നെയും തർക്കങ്ങളിലേക്കും കോടതിയിലേക്കും പോകുന്ന സ്ഥിതിയിലേക്ക് വരും. അത് അങ്ങനെ ഒരു ആൾക്കൊരു അതിലൊരു സേ ഉണ്ട് എന്ന് പറയുന്നതിൽ നിലനിർത്താൻ കഴിയാതെ വരും. അപ്പം അങ്ങനെ ആ നിയമത്തിൽ അങ്ങനെയുണ്ട്. പിന്നെ ഉള്ളത് വാക്കാൽ വഖഫ് ചെയ്യാൻ പാടില്ല, ബൈ രജിസ്റ്റർ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ. നമ്മുടെ നാട്ടിൻ്റെ വസിയത്ത് ചെയ്യുക എന്ന് പറയും. സ്വകാര്യ സ്വത്ത് മക്കൾക്ക് നീതിക്കുന്ന സ്വകാര്യമായി കൊടുക്കുന്ന കാര്യത്തിൽ പോലും സാക്ഷികൾ ഉണ്ടെങ്കിൽ വസിയത്ത് നിലനിൽക്കും. അങ്ങനത്തെ ഒരു നാട്ടിൽ ഒരു പൊതുകാര്യത്തിന് ഒരാൾ ഒരു വസിയത്ത് ചെയ്ത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നടക്കും? അപ്പോൾ അത് ഒട്ടേറെ വഖഫുകളെ ബാധിക്കും. പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണവന്മാർ അവരുടെ ജീവിതകാലത്ത് മക്കളെ ഏൽപ്പിച്ചിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീതിക്കും പോകും, അങ്ങനെ കൊടുത്ത വസിയത്ത് ചെയ്ത് ഇതാണ് എഴുതി വെച്ചതായിരിക്കില്ല കുറേ, അതെല്ലാം നിയമപരമായി നിലനിൽക്കില്ല എന്നൊരു സ്ഥിതിയിലേക്ക് ഈ നിയമം വരുന്നത് മൂലം അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും. ഇത് പറയുമ്പോഴേ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിയമപരമായ വലിയ കടമ്പയായി മാറ്റുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ കൈകാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കില്ല എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ ഇപ്പോൾ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യും. വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം മറ്റ് മതസ്ഥർ കൂടി ഉള്ള ഒരു ബോഡിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ ഇത് മറ്റുള്ള ആളുകൾ കൂടി കൈകാര്യം ചെയ്യുന്ന ഒന്നായി മാറും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഭാവിയിൽ ഈ വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു ടോൺ കൂടി ഉണ്ടോ ഈ നിയമത്തിൽ? അതുണ്ടാകാം. അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഈ അന്യ കൈവശമുള്ള ഈ വഖഫ് സ്വത്തുക്കൾ അവ നിലവിലുള്ള നിയമപ്രകാരം അവരുടേതായി മാറുന്നില്ല, അത് വഖഫായി തന്നെ നിലനിൽക്കുന്നത്. എന്നാൽ കൈവരി ആളുകൾ സൗകര്യം ഉപയോഗിക്കുന്നു. അതെല്ലാം അവർക്ക് അവരുടേതായി മാറ്റാൻ അത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഇപ്പോൾ ബോംബെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യവസായിയുടെ അംബാനിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന വഖഫ് ചെയ്ത ഭൂമി, അത് അനാഥാലയത്തിന് കൊടുത്ത ഭൂമി അത് അനധികൃതമായി വിൽപ്പന നടത്തിയാന്നുള്ള കേസ് നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല, അത്തരം കേസിനൊന്നും. കാരണം വഖഫാണോ തീരുമാനിക്കേണ്ട അധികാരി വഖഫ് ബോർഡല്ല, അല്ലെങ്കിൽ ഇത്തരം അല്ലല്ലോ. ഈ സാധനം ഇത്തരം ഇതൊക്കെ കൃത്യമായ രേഖകളില്ലാത്തതൊക്കെ അല്ലാതെ മാറുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഇതൊക്കെ ലീഗലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി കൂടിയായിരിക്കണം ഇത് ചെയ്യുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പം ഇതിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ സർക്കാർ ഭൂമിയായിരുന്നത് വഖഫ് സ്വത്താണ് എന്ന ക്ലെയിം ഉണ്ട് എങ്കിൽ അത് സർക്കാർ ഭൂമി തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുൻപ് നിയമം വരുന്നതിന് മുൻപ് സർക്കാർ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന ക്ലെയിം ഉണ്ടെങ്കിൽ പോലും അത് നിൽക്കില്ല, അത് സർക്കാർ ഭൂമി തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പൊതു ശ്മശാനങ്ങൾ അത് നമ്മുടെ നാട്ടിൽ വരുന്നത് ലോക്കൽ ബോഡീസ് അവർ പൊതു ശ്മശാനം ഉണ്ടാക്കി അത് എല്ലാ മതവിഭാഗങ്ങൾക്കും കൊടുക്കുന്നു. അവിടെ പ്രാർത്ഥനക്കുള്ള സൗകര്യം മതത്തിൻ്റെ അതും ചെയ്തുകൊണ്ടാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പൊതു ശ്മശാനത്തിൽ സാധാരണ മുസ്ലിങ്ങൾ വരാറില്ല. എന്നാൽ അവർക്ക് ശ്മശാനം ഇല്ലാത്ത മേഖലയിൽ അപൂർവമായിട്ട് സർക്കാർ തന്നെ അവർക്ക് ശ്മശാനത്തിന് ഭൂമി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വഖഫല്ലാതാവും. മറ്റൊന്ന് തോട്ടം മേഖലയിൽ സർക്കാർ തോട്ടം ഹാരിസൺ മലയാളം പോലെ ടാറ്റ പോലെ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അവരെല്ലാം ടെനൻസാണ്. അവർ തൊഴിലാളികളെ കൊണ്ടുവന്ന് ലായം കെട്ടി താമസിപ്പിച്ചപ്പോൾ അവരെ ആരാധനയ്ക്ക് വേണ്ടി അമ്പലം ഉണ്ടാക്കി കൊടുത്തു, ചർച്ച് ഉണ്ടാക്കി കൊടുത്തു, പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ 5-10 സെൻറ്റ് സ്ഥലം അതിന് സൗകര്യം ചെയ്ത് കൊടുത്ത് കാലങ്ങളായി പള്ളികളായി നിലനിൽക്കുന്നത്.
അത് സർക്കാർ ഭൂമിയാണ് അടിസ്ഥാനപരമായിട്ട്. ടാറ്റക്കോ ആയിരത്തിമാരോ ആധാരം ചെയ്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സർക്കാർ ഭൂമിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടെ വഖഫല്ലാതായി മാറാൻ പോകുന്നു ഈ നിയമം മൂലം. അപ്പോൾ അത് ആ നിയമത്തിൽ ഇങ്ങനെ വലിയൊരു അപകടമുണ്ട്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞാണ് ഈ ജില്ലാ കളക്ടർമാരെ ഈ ചുമതല ഇപ്പോൾ വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമായിരുന്ന ഒരു കാര്യമാണ്. അത് ചോദ്യം ചെയ്യാൻ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു. ആ ട്രൈബ്യൂണൽ എടുക്കുന്ന തീരുമാനം അന്തിമമായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ വ്യവസ്ഥ. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ അധികാരം ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുന്നു. ഈ ട്രൈബ്യൂണൽ എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഈ കാര്യം, അതായത് ഒന്ന് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ട അധികാരി എന്നുള്ള ജില്ലാ കളക്ടറാവുന്നു. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പാവുന്നു. പ്ലസ് ഇത് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള അധികാരം കൊടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അത് എത്രത്തോളം പ്രയാസങ്ങളുണ്ടാക്കും, എത്രത്തോളം എന്താ പറയുക, ഈ തർക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. അത് ഇതിൻ്റെ അകത്ത് ഒന്ന്, ഒരു മുസ്ലിം ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ കിട്ടിയ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ ചെന്നാൽ അത് ആ പള്ളിക്കുള്ള സ്ഥലമാണോ വഖഫാണോ അല്ലെങ്കിൽ കളക്ടർ തീരുമാനിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് അത് വഴിമാറിപ്പോകുന്നു. ആ തീരുമാനിക്കുന്ന അധികാരം ആ സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയിൽ, അവർ വിശ്വാസം കർപ്പിക്കുന്ന ഒരു ബോഡിയിൽ നിന്നും എടുത്തു കളയുന്നു. മറ്റൊന്ന്, ഈ നൂറാമാലകൾ വീണ്ടും ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനുള്ള അനുമതി കളക്ടറിൽ നിന്നും വാങ്ങണം എന്നൊരു നിയമം വന്നപ്പോൾ ഇവിടെ എല്ലാ മതത്തിൻ്റെയും ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ അവരെല്ലാം എത്ര കഷ്ടപ്പെട്ടു, അനുമതി കിട്ടാറില്ല. നമ്മൾ വഴികളിലൊക്കെ നമസ്കാര പള്ളി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന പലതിനും സമീപത്തുള്ള ഇത്തരമൊരു അംഗീകാരമില്ലാതെ ഉണ്ടാകേണ്ടി വന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അനുവാദമില്ലാത്ത, അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളായി ഇതൊക്കെ പലതും മാറും. അതാണോ ഈ ബൈ യൂസ് വഖഫ് അല്ലാതെ, ബൈ യൂസ് വഖഫ് ആകുന്നു എന്നുള്ളതായിരുന്നല്ലോ നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. ഉപയോഗം കൊണ്ട് വഖഫായി മാറുന്നു എന്നുള്ളത്. നേരത്തെ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പള്ളിയാണ്, കാലങ്ങളായിട്ട് പള്ളിയായിട്ട് ആരാധനാലയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ദീർഘകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വഖഫായി കണക്കാക്കുകയും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. ഇതായിരുന്നല്ലോ ഒരു രീതി. ഈ ബൈ യൂസ് വഖഫ് അല്ല, അതുകൊണ്ട് വഖഫ് ആകില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ നിലവിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെയും ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ മതി. ഇപ്പം അതിന് പുതിയൊരു കാലമാണത്. ആളുകൾക്ക് പഴയ നേരത്തെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് സറണ്ടർ ചെയ്ത് ഭൂമി വഖഫായി കൊടുത്തിരുന്നത്, ഇപ്പോൾ ആളുകൾ പൈസ കളക്ട് ചെയ്ത് കാശ് കൊടുത്ത് വാങ്ങിയാണ് പള്ളികൾ സ്ഥാപിക്കുന്നത്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് വില കൂടി, നമ്മളിലൊക്കെ കുറേ സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നപ്പോൾ അതിൽ മതവ്യത്യാസമില്ല, കൊടുക്കുന്ന കുറഞ്ഞു. അങ്ങനെയുള്ള സ്ഥിതി. ഇപ്പം ഏതെങ്കിലും ഒരു പിതാമഹൻ കൊടുത്തു, ആധാരം ചെയ്തിട്ടില്ല, കൊടുത്തൊരു ഭൂമി വഖഫായി കണക്കാക്കി പള്ളിയായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ബോർഡിൽ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ 2-3 തലമുറയ്ക്ക് പോലുള്ള മക്കളിൽ ഏതെങ്കിലും ഒരു തോന്നിയാൽ പോരെ ഇതെൻ്റെ പിതൃവിൻ്റെതാണ്, എനിക്കൂടെ അവകാശപ്പെട്ടതാണ്, ഈ സാധനം വഖഫല്ലാന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു പരാതിയായിട്ട് വന്നാൽ ഇവർ പറഞ്ഞ് ഈ നിയമമനുസരിച്ച് ബൈ യൂസ് ചെയ്ത് വഖഫല്ലാതായി എങ്കിൽ അവകാശം നിലനിൽപ്പില്ലേ, പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണോ? അപ്പോൾ അതിനേക്കാൾ വലുതെന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു നിയമം, ഇത്ര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നത് ആരും അറിയാം. ചോർന്ന് കിട്ടിയാണ് പത്രങ്ങൾ ഇന്നലെ ആരും അറിയാതെ പാർലമെന്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവസാന സംയുക്ത സമിതിക്ക് വിടാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ എതിർപ്പുകൊണ്ടാണ്. അതെ, എന്നാലും അത് ആ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ഉദ്ദേശം ഇത് എങ്ങനെയും ചൂടപ്പം പോലെ മറ്റു പലരും ചെയ്തതുപോലെ അങ്ങ് ചുട്ടെടുത്ത് ഇരുട്ടിൽ നടത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത്. അതല്ലല്ലോ, ജനം ചർച്ച ചെയ്യണ്ടേ? പാർലമെന്റിന്റെ പുറത്തും ജനങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ റഹ്മാൻ ഖാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തെളിവെടുപ്പ് നടത്തി ഉണ്ടാക്കിയ ഒന്നാണ്. അതുപോലെയൊക്കെ ഒരു സംവിധാനം എല്ലാവരും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമല്ലേ, ഇന്ത്യയിൽ വലിയൊരു ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം. ഇത് വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോൾ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എതിർത്ത് സംസാരിച്ചുകൊണ്ട് കനിമൊഴി, തമിഴ്നാട്ടിൽ നിന്നുള്ള DMKയുടെ MP കനിമൊഴി സംസാരിക്കുമ്പോൾ കനിമൊഴി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനും ഭരണഘടനാദത്തമായ അവകാശമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകളുടെ കേസ് വന്നപ്പോൾ അവിടുത്തെ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ കോടതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്, അതിൽ ഇടപെടാൻ സർക്കാരിന് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് പഴയ AKRയുടെ കാലത്ത് 50:50 എന്നുള്ള ഇതൊക്കെ
അട്ടിമറിക്കപ്പെട്ടത് ഇതോടുകൂടിയാണ്. ഇവിടെയും അതേ പ്രശ്നം വരില്ലേ? കാരണം വെച്ചാൽ ഇത് പള്ളിയാണെങ്കിലും പള്ളിയോടനുബന്ധിച്ചുള്ള അനാഥാലയമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇതൊക്കെ സ്ഥാപനങ്ങളാണ്. അത് സ്ഥാപിക്കാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം അത് ഭരണഘടനാപരമായി തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ആ നിലയ്ക്ക് ഇത് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത ഒരു നിയമമായിട്ട് വരില്ല. ഈ ഒരു കേസിൽ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ നമ്മുടെ സ്വാതന്ത്ര്യ അവകാശങ്ങൾ ഇതൊന്നും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇതെല്ലാം ഓരോ ദിവസം ധ്വംസിക്കപ്പെടുകയാണ്. എക്സിക്യൂട്ടീവ് വാദങ്ങളിലൂടെ സർക്കാരിൻ്റെ പരിപാടികളിലൂടെ ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. അവർ അത്ര ഒരു ലക്ഷ്യം അവർ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത് രാജ്യത്ത് ചർച്ചയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയാണ് ഉയർന്നു വരുന്നതെങ്കിൽ ബാക്കി സമൂഹങ്ങളുടെ ഒരു പിന്തുണ കിട്ടുമെന്ന് ആ ഒരു പോളറൈസേഷനാണ് അവരുടെ മനസ്സിലുണ്ടാകുക. അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നിൽ കാണുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അല്ല, അത് ഡെഫിനറ്റാണ് രാഷ്ട്രീയം അവിടെ ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൈന്യം, റെയിൽവേ, ഈ രണ്ട് ബൃഹത്തായ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അധികം ഭൂമി കൈവശം വയ്ക്കുന്നത് വഖഫ് ബോർഡാണ് അല്ലെങ്കിൽ വഖഫ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എന്താ പറയുക മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇവരിവിടുത്തെ വലിയ ലാൻഡ് ലോഡ്സ് ആണ് അല്ലെങ്കിൽ ഇവരാണ് ഈ സ്വത്ത് മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ. അപ്പോൾ ആ സ്വത്ത് അവരിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണമെങ്കിൽ സാധിക്കുകയും ചെയ്യും. അത് കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയോടും കൂടി തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് ആ ലക്ഷ്യം വളരെ കൃത്യമാണ്. എന്താണോ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ. വെച്ചാൽ അടിസ്ഥാനപരമായി അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ലക്ഷ്യം മുൻനിർത്തി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഈ രാജ്യത്തില്ല എന്ന് മുസ്ലിങ്ങളോട് പറയുക തന്നെയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇനി ഈ രാജ്യത്തില്ല. നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ പാകത്തിലുള്ള പൗരന്മാരായി ഞങ്ങൾ ഭരണകൂടം അല്ലെങ്കിൽ ഞങ്ങൾ സംഘപരിവാരം അല്ലെങ്കിൽ ഞങ്ങൾ BJP സർക്കാർ കണക്കാക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ അത് തർക്കമൊന്നുമില്ല. അതിൽ സംശയമൊന്നുമില്ല. ആ രാഷ്ട്രീയം അവിടെ ഉണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഈ സംഗതി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ചെയ്യുമ്പോൾ ഈ നേരത്തെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബോറ, ഷിയ, അതുപോലെ വേറൊരു വിഭാഗം സുന്നി, ഇങ്ങനെ പല വഖഫ് ബോർഡുകളായിട്ട് നിയമപരം ഇപ്പം അത് വേറെയും ഇവരെ ചേർക്കുന്നേ ഉള്ളൂ. നിലവിലുള്ള നിയമത്തിൽ തന്നെ ഷിയാക്കൾ അതും ഉള്ളിടത്ത് അവർക്കും ഒരു ബോർഡ് ഉണ്ടാക്കും. ഇപ്പോൾ ബീഹാറിലും UP യിലും വേറെയും ഉണ്ട് ഷിയ വഖഫ് ബോർഡുകൾ ഉണ്ട്. 2 സംസ്ഥാനങ്ങളിലുണ്ട്. ഇവിടെയൊന്നും ഷിയാക്കളില്ല. അവിടെ കേരളത്തിലില്ല. അവിടെ ഉണ്ട്. അത് ഇനി പറഞ്ഞ് ഉണ്ടായി നീതി പരിഹാരപരമല്ല. കാരണം പക്ഷെ ഇത് ചെയ്ത ആളുടെ വാക്കിഫ് എന്ന് പറയും, വഖഫ് ചെയ്ത ആള് ആ ഭൂമി കൊടുത്ത ആളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്ന ജോലിയാണ് ബോർഡ് ചെയ്യേണ്ടത്. അത് വിശ്വാസികൾ ചെയ്യണം എന്നതാണ് ശരി. അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ആ വിഭാഗത്തിനുണ്ടായി നിരപകരണങ്ങളൊന്നും നാട്ടിലില്ല. ഇത് വഖഫ് എന്നതിൻ്റെ ഇത് തന്നെ ആ സമുദായത്തിൽ മുസ്ലിം റിലീജിയസ് ആൻഡ് പയസ് ആണ്. ആ മുസ്ലിം സമുദായത്തിൻ്റെ ധാർമ്മികമായ ധർമ്മപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. മത നിയമത്തിൽ ഉൾപ്പെടുന്ന ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഇതാണ്. അപ്പോൾ അവരുടെ വെൽഫെയറിന് വേണ്ടി കൊടുത്തേക്കുന്ന സാധനമാണ്. അവർ ഇത് ചെയ്തതാണ്. അത് അവരുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്നതാണ്. പക്ഷെ അത് അട്ടിമറിക്കപ്പെടും. ഇതിനകത്ത് ഇന്ന് ഈ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചു കിരൺ റിജിജു സംസാരിക്കുമ്പോൾ റിജിജു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. റിജു പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂറത്ത് മുനിസിപ്പാലിറ്റി, അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഗുജറാത്തിലെ സൂറത്ത് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അത് വഖഫാണെന്ന് പറയുന്നു. മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം ഇരിക്കുന്ന സ്ഥലമാണ്, അതെങ്ങനെ വഖഫാവും എന്നാണ് കിരൺ റിജിജു ചോദിക്കുന്നത്. അതുപോലെ വേറെ ഏതൊരു സംസ്ഥാനത്തെ ഒരു വികസന പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പോയി, അപ്പോൾ ഉടനെ ഇത് വഖഫാണ് എന്ന് പറഞ്ഞു വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് അദ്ദേഹത്തിൻ്റെ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഈ നിയമം വരുന്നതോടുകൂടി അനാഥർ, കുട്ടികൾ, സ്ത്രീകൾ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ, അനാഥരായ കുഞ്ഞുങ്ങൾ, മറ്റു കുട്ടികൾ, ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ പണം വിനിയോഗിക്കാൻ നിർബന്ധിതമാകും. ആ രൂപത്തിലാണ് ഇത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ വികസന പദ്ധതികൾ അല്ലെങ്കിൽ സർക്കാർ ഭൂമി ഇതിനൊക്കെ വഖഫ് ഒരു തടസ്സമായിട്ട് മുൻകാലത്ത് നിന്നിട്ടുണ്ടോ?
രണ്ടാമത് ഇപ്പൊ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, ഇത് ഈ പറഞ്ഞ അതിന്റെ രേഖകൾ പരിശോധിക്കണം, അതാണ് ശരി. രേഖകൾ പരിശോധിച്ചാൽ നിലവിലുള്ള നിയമപ്രകാരം തന്നെ വഖഫാനല്ലെന്ന് തിരിച്ചറിയാം. അല്ലെങ്കിലല്ല, സർക്കാരിന് അവകാശപ്പെട്ടതാണ് ആണെങ്കിൽ അവരുടേതാണ്, അതല്ല വഖഫാണെങ്കിൽ വഖഫിൻ്റെതാണ്. ആ വഖഫ് ആയ ഭൂമി ഇപ്പോൾ ഈ പറയുന്ന സൂറത്ത് മുനിസിപ്പാലിറ്റികൾക്ക് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷം അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഭൂമികൾ ഒരിക്കലും സമുദായത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിലവിലുള്ള നിയമം റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ അമെൻമെൻറ്റോടുകൂടി ഉണ്ടാക്കിയത്. ആ നിയമം അട്ടിമറിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് അന്യാധീനപ്പെടണം എന്നതിനെ സഹായിക്കണമെന്നതാണ്. അത് ഒരു ഭാഗത്ത് സൂറത്ത് മുനിസിപ്പാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് പ്രമാണിമാരായിരിക്കാം, ആരുമായിരിക്കാം. ഈ ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വഖഫ് എന്നുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കാറുണ്ടോ? പല ഘട്ടങ്ങളിലും വഖഫ് സ്വത്ത് ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അല്ല, നിലവിലുള്ള നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് വിൽക്കാനോ കൈമാറാനോ പാടില്ല. പക്ഷേ സർക്കാരിന് ഒരു പ്രോജക്റ്റിന് വേണ്ടി അക്വയർ ചെയ്യാം. അപ്പോൾ കേരളത്തിൽ തന്നെ വലിയ കോവിഡ് മാതിരി ഉണ്ടായപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ആശുപത്രി ഇല്ലായിട്ട് ടാറ്റ പണിയാൻ വന്നപ്പോൾ ഒരു പള്ളിയുടെ സ്വത്തന്നെ വിട്ടുകൊടുത്തത്. അത് നിയമപരമായി ഇതാണ് അക്വിസിഷൻ്റെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അക്വയർ ചെയ്യുന്ന ഭൂമി പഞ്ചായത്തിലാണെങ്കിൽ 4 ഇരട്ടി, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണെങ്കിൽ 2 ഇരട്ടി വിലയും റീഹാബിലിറ്റേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യണമെന്നാണ്. അതൊന്നുമില്ല. ഇതിൽ എടുക്കുന്ന ഭൂമിക്ക് സമാനമായ ഭൂമി കൊടുത്താൽ മതി. ഏത് പ്രൊജക്റ്റ് നടപ്പിലാക്കാമല്ലോ, അത് വേറെ നഷ്ടമില്ല സർക്കാരിന്. സമാനമായ ഭൂമി കൊടുത്താൽ മതി, നിയമപരമായിട്ട് എടുക്കാമല്ലോ. പിന്നെന്താ? അതുകൊണ്ട് ഒരു വികസനവും തടസ്സപ്പെടുത്താൻ വഖഫാണെന്ന പേരിൽ കഴിയില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അവകാശപ്പെടുന്ന ഈ നിയമം വരുന്നതോടുകൂടി ഈ അനാഥരായ കുഞ്ഞുങ്ങൾ, അതുപോലെ സ്ത്രീകൾ, മുസ്ലിം സമുദായത്തിലെ കുഞ്ഞുങ്ങൾ, ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ ഈ ഫണ്ട് വഖഫിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഇതിന് മാത്രമായി ഇതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും. അതൊരു വലിയ കാര്യമാണ്. ഇത് മുസ്ലിങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, നിയമ ഭേദഗതിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം. അങ്ങനെ നിയമത്തിനില്ല. നിയമത്തിൻ്റെ വഖഫാണോ അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള അവകാശം കയറിനടുക്ക് ഇത് നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡുകളിൽ അതിൻ്റെ മുസ്ലിം വിശ്വാസി സമൂഹത്തിൻ്റെ മാത്രമെന്നത് മാറ്റി അതൊരു മതേതര സ്വഭാവത്തിൽ കൊണ്ടുവരുന്നത് അവകാശവാദത്തോടെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നല്ലാതെ ഇത് വിനിയോഗിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് സംഭാവന ചെയ്ത ആൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്യത്തിന് വിനിയോഗിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ്. അയാൾ പറയുക, ഇപ്പോൾ ദൈവത്തിൻ്റെ മാർഗ്ഗത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്, അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ അതുപോലെ മുസ്ലിം വെൽഫെയർ, വിദ്യാഭ്യാസ കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്ന യുവമാൻ മുഴുവൻ. അതായത് വഖഫ് ചെയ്യുന്ന ഒരാളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ആ ഉപയോഗം അങ്ങനെ തന്നെയാണോ നടക്കുക എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് വഖഫ് ബോർഡിന്റെ ലക്ഷ്യം. അതിനപ്പുറത്ത് ഇതിന്റെ വഖഫിന്റെ ലക്ഷ്യങ്ങളെ തന്നെ പുനർനിർണ്ണയിക്കുന്ന വിധത്തിലുള്ളൊരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വെറുക്കപ്പെടുന്നത്. ഇത് ഒരിക്കലും വഖഫിന്റെ താല്പര്യത്തിന് അനുകൂലമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു മതേതര സമൂഹത്തിൽ, ഒരു വിശ്വാസി സമൂഹത്തിന്റെ അവരുടെ പ്രിവിലേജുകൾ, അവരുടെ അവകാശങ്ങളും ഹനിക്കുന്ന ഒരു നിയമമായി മാറുന്നു. ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ചോദിക്കാം. നേരത്തെ ചോദിച്ച കാര്യം തന്നെയാണ്. ഭാവിയിൽ ഈ വഖഫ് ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വഖഫ് ഞാനൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത്. അത്തരം ലക്ഷ്യങ്ങളല്ല, നിയമപ്രകാരമുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് ആളുകളെ പരമാവധി പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഈ നിയമത്തിനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വരുന്നില്ല. കാരണം ഇപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പള്ളി വെച്ച് കൊടുക്കുക, സ്വന്തം ഭൂമിയാണെങ്കിൽ ആചാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പ്രശ്നങ്ങൾ ഈ ഇത്തരം കടമ്പകൾ കടന്നു കിട്ടും. പിന്നെ അത് കൈകാര്യം ചെയ്യുന്നവർ ആര് എന്ന നിയമത്തിലെ വ്യവസ്ഥയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് വഖഫ് ചെയ്യുന്നതിന് അത്തരത്തിൽ പേടിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പേടിക്കല്ല, ഞാൻ പറഞ്ഞ അതിനെ അങ്ങ് നിരുത്സാഹപ്പെടുത്തുക. അതുണ്ട്, അത് എൻ്റെ പിന്നിലുണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഉപയോഗപ്പെടുകയില്ലോ, സ്വാഭാവികമായിട്ടും ആളുകൾ അത് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുള്ളൂ. ഞാൻ കൊടുത്താലും ഇതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ അതിൽ നിന്ന് ആളുകൾ വേണ്ടത്ര താല്പര്യം കാട്ടാതെ പോയാലോ എന്നൊരു അവസ്ഥ ഉണ്ടാകാം. റൈറ്റ്. ചുരുക്കത്തിൽ ഭരണഘടന രാജ്യത്തെ വിവിധ മതവിശ്വാസ സമൂഹങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമായി തന്നെ നമുക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിനെ കാണേണ്ടി വരും. ഒരു സമൂഹം
ആ സമൂഹം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വത്ത് ദൈവത്തിങ്കൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൈകാര്യകർത്തൃത്വത്തിൽ നിന്ന് ആ സമൂഹത്തെ മാറ്റി നിർത്തുകയോ ആ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയോ ചെയ്യുമ്പോൾ സ്വന്തം വിശ്വാസപ്രകാരം ജീവിക്കാൻ, ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് ഈ നിയമം, ഈ ബില്ല്, പുതിയ ബില്ല്, നിയമമായിട്ടില്ല ബില്ലാണ്, ആ ബില്ല് ഹനിക്കാൻ പോകുന്നത് എന്ന ഭീഷണി നിലവിലുണ്ട്. ഇപ്പോൾ തൽക്കാലം ആ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. സംയുക്ത പാർലമെൻ്ററി സമിതി എന്ത് ശുപാർശ ചെയ്താലും ഒരുപക്ഷെ ഈ ബില്ല് അതിൻ്റെ ആവിഷ്കർത്താക്കൾ രൂപം നൽകിയ രൂപത്തിൽ തന്നെ നിയമമായേക്കാം എന്ന ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭരണഘടനാ സാധുത നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും. ഇത് പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഭരണഘടനാ സാധുത നിയമപരമായി തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിൽ തർക്കം വേണ്ട. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.